ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴമുണ്ടയാണ് കേട്ടോ. നമുക്ക് ഈ 4 മണിക്ക് ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 10 പാളയംകോടൻ പഴം. ഇതിപ്പോൾ ചെറിയ പഴയ കാരണമാണ് ഞാൻ 10 എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് നല്ല ജീരകം, പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരും അതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ പഴം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഴം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് നമുക്ക് നല്ല പോലെ ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇത്ര ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ പഴമുണ്ടേക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഇത് അടച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്തിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ പഴമുണ്ടേൻ്റെ മാവ് എടുത്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴമുണ്ട ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ഉണ്ട പിടിച്ചിട്ട് ഞാൻ പഴമുണ്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ആകുമ്പോൾ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ടിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചെറുതീലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ചെറുതീലിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഇടയ്ക്ക് ഒന്ന് നമുക്കറിയാമല്ലോ, 2 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. അപ്പം പഴമുണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം കേട്ടോ. ഇതേപോലെ ഇനി ബാക്കിയുള്ളതും ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പഴമുണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.